കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാം പ്രതി മാർട്ടിൻ ഹൈക്കോടതിയെ സമീപിച്ചു. എട്ടാം പ്രതിയായിരുന്ന ദിലീപിന് ലഭിച്ച ആനുകൂല്യം തനിക്കും കിട്ടണം എന്നാണ് ആവശ്യം. കേസുമായി ബന്ധമില്ലെന്നും ഹർജിയിൽ പറയുന്നു. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, എട്ടാം പ്രതിയായിരുന്ന ദിലീപിന് ഗൂഢാലോചന അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ പേരിൽ കുറ്റവിമുക്തനാക്കിയ ഒരു സാഹചര്യം നിൽക്കുന്നു. തനിക്കെതിരെയുമുള്ളത് അതുപോലെയുള്ള ഒരു ഗൂഢാലോചന കേസാണ്. അതിൽ തന്നെയും വെറുതെ വിടണം എന്നാണോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ മാർട്ടിൻ മുന്നോട്ട് വയ്ക്കുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാർട്ടിന് ശിക്ഷ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയിട്ടുള്ള അപ്പീൽ ഹർജിയിൽ പറയുന്നത്. ഒന്ന്, ദിലീപിന് ഈ കേസുമായി ബന്ധപ്പെട്ടൊരു മോട്ടീവ് ഉണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. പക്ഷേ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. തന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു മോട്ടീവേ ഇല്ല. പിന്നെ ഏത് സാഹചര്യം അതുകൊണ്ട് തന്നെ ദിലീപിനെ വെറുതെ വിട്ട സാഹചര്യം തന്റെ കേസിലും പരിഗണിക്കണം എന്ന് മാർട്ടിൻ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കേസിൽ മാഡം ആരാണ് എന്ന് പ്രോസിക്യൂഷനോട് കോടതി തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് മാഡത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയില്ല എന്ന്. അതേപോലെ തന്നെ മാർട്ടിനും പറയുകയാണ്, ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഒരാൾ വാഹനത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അയാൾ ആരാണ് എന്ന് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണവും ഇവിടെ നടന്നിട്ടില്ല. സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള അന്വേഷണം നടത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചനയിൽ തനിക്ക് പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ നിലവിൽ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല. പക്ഷേ വിചാരണ കോടതിയുടെ ആ കണ്ടെത്തൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് മാർട്ടിൻ ഇപ്പോൾ അപ്പീൽ ഹർജി നൽകിയിട്ടുള്ളത്. ഈ കേസിലെ രണ്ടാം പ്രതിയാണ് മാർട്ടിന് വേണ്ടി അലക്സ് ജോസഫ് എന്ന അഭിഭാഷകനാണ് അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. മാർട്ടിന്റെ അപ്പീല് ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ഇതുവരെ 3 പ്രതികളാണ് ഇപ്പോൾ ശിക്ഷ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നേരത്തെ 5-ാം പ്രതി സലീമും 6-ാം പ്രതി പ്രദീപും ഇതേ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. 3 പേർക്കും 20 വർഷം കഠിന തടവാണ് വിചാരണ കോടതി വിധിച്ചത്. പക്ഷേ ആ ശിക്ഷ നിലനിൽക്കില്ല. അത് അങ്ങേയറ്റം പ്രത്യേകിച്ച് ഈ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ പറയുന്ന ദിലീപിനെ കുറ്റമുക്തനാക്കിയ പശ്ചാത്തലത്തിൽ അതേ വകുപ്പുകൾ ചുമത്തിയാണ് ഞങ്ങൾക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്നാണ് പ്രതികൾ പറയുന്നത്. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശിക്ഷ ദിലീപിനെ കുറ്റമുക്തനാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ നടപടി അത് ചോദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ ഹർജി നൽകിയിട്ടുണ്ട്. അതും ഒരുപക്ഷെ അപ്പീൽ ഹർജി ഈ പറയുന്ന ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കും. അതും വലിയ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് പ്രതികളും ഇപ്പോൾ അപ്പീൽ ഹർജിയുമായി ശിക്ഷ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എത്തിയിരിക്കുന്നത്. സ്മിത, തനിക്കെതിരായ ഗൂഢാലോചനയും തെളിയിക്കാൻ കഴിഞ്ഞില്ല. 8-ാം പ്രതിയെ വെറുതെ വിട്ട വിധി അത് തനിക്കും ബാധകമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മാർട്ടിൻ, നടിയെ ആക്രമിച്ച കേസിലെ 2-ാം പ്രതി മാർട്ടിൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.